Shri T. Purushothaman. Shri T. Purushothaman is a farmer, innovator, and mentor from Payyanur, Kerala. He partnered with ICAR SIBA in developing sustainable aquaculture models for northern Kerala. He is the president of the Kerala Fish Farmers Federation. In recognition of his achievements, ICAR honored him with the Innovative Farmer Award in 2019. He shared his success story on integrating shrimp farming with other production systems, a Kerala model, at the BAFAC 2020, Surat. സഹോദരി സഹോദരന്മാരെ, ഞാൻ വരുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ ജലകൃഷി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് ആന്ധ്രയും ഗുജറാത്തിനെയും ഒന്നും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന കൃഷിയല്ല. എനിക്ക് മുന്നേ സംസാരിച്ച സന്ദീപ് ഇവിടെ പറഞ്ഞു, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, കേരളത്തിൻ്റെ കാലാവസ്ഥ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ കേരളത്തിൻ്റെ അക്വാകൾച്ചറിനെ, അതിൻ്റെ വികസനത്തെ വളരെ ഗൗരവത്തിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം മറ്റ് സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പിറകിലാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ 3-4 വർഷമായി കേരളം ശരിക്ക് അക്വാകൾച്ചർ പ്രൊഡക്ഷനിൽ പിറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളുമായി കേരളത്തിലെ ഗവൺമെൻറ് സമീപകാലത്ത് മുന്നോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ജനകീയ മത്സ്യകൃഷി 2ാം ഘട്ടം എന്ന പേരിൽ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി കേരളത്തിലെ ജലാശയങ്ങളെയും അതുപോലെ തന്നെ അക്വാകൾച്ചറിന് ഉപയുക്തമായ മറ്റ് സ്ഥലങ്ങളെയും പ്രയോജനപ്പെടുത്തി വലിയ രീതിയിൽ ഉൽപ്പാദനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. एक्चुअली वो बोलना चाहता हूँ कि मतलब क्यों केरला का प्रोडक्शन नीचे आ रहा है कंपेयर टू अदर स्टेट. बहुत सारा समस्या है, और पॉलिटिकल प्रॉब्लम्स है और क्लाइमेटिक प्रॉब्लम्स है, बहुत सारा इश्यूज़ है. और कहना चाहता हूँ कि मतलब पिछले 4-5 साल से गवर्नमेंट की तरफ से भी सपोर्ट है, लेकिन आगे बहुत जाना पड़ेगा हमारा एक्वाकल्चर डेवलपमेंट के लिए स्टेट में. തികച്ചും സ്വയം വിമർശനപരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം കേരളീയർ വളരെ കൂടുതൽ മത്സ്യം ഉപഭോഗം നടത്തുന്ന ആളുകളാണ്. നമുക്കറിയാം, അഖിലേന്ത്യ ശരാശരി ഒരാളൊരു വർഷം കഴിക്കുന്ന മത്സ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 7 കിലോ ആകുമ്പോൾ കേരളീയരുടെ മത്സ്യോപഭോഗത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു വർഷം ശരാശരി പെർ ക്യാപിറ്റ 27 കിലോ വരെ വരുന്നതാണ്. പക്ഷേ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് മത്സ്യോൽപാദനത്തിന് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അർപ്പിതമായ ഒരു സമൂഹമാണ് കേരളീയർ. പക്ഷേ ആ നിലയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് സ്വയം വിമർശനപരമായി നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. उन्होंने कह रहे हैं हमारा केरला का कंजम्पशन बहुत ज़्यादा है फिश का, लेकिन प्रोडक्शन बहुत कम है कंपेयर टू अदर स्टेट्स. तो इसलिए वो जो ये हम लेना पड़ेगा, मतलब हम प्रोड्यूस नहीं कर रहा है लेकिन कंज्यूम कर रहा है. तो उसी के बाद കഴിഞ്ഞ 26 വർഷമായി ഞാൻ ജലകൃഷി മേഖലയിലുണ്ട്. ആ 26 വർഷക്കാലത്തിനിടയിൽ 2 വർഷമാണ് എനിക്ക് അസുഖം ബാധിച്ച് കൃഷി പോയത്. കഴിഞ്ഞ ഒരു വർഷം പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോഴും കൃഷി നാശം വരികയുണ്ടായി. മറ്റെല്ലാ വർഷവും ലാഭകരമായി കൃഷി നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ നടത്തുന്ന കൃഷി എന്ന് പറയുന്നത്, ഞാൻ സാധാരണ മോണോഡോണാണ് കൃഷി ചെയ്യുക. അത് മൺസൂൺ ക്രോപ്പായിട്ടാണ് ചെയ്യുക. ബെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് അനുസരിച്ച് ക്ലോസ്ഡ് സിസ്റ്റത്തിൽ പ്രൊബയോട്ടിക് ഉപയോഗിച്ചിട്ടുള്ള കൃഷിയായതുകൊണ്ട് തന്നെ ലാഭകരമായി അസുഖം വരാതെ സക്സസ്ഫുള്ളായി കൃഷി ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് സാധിക്കാറുണ്ട്. ഈ മൺസൂൺ ടൈമിൽ മോണോഡോൺ കൃഷി ചെയ്യുന്നതിൻ്റെ പുറമെ സാധാരണ സമ്മർ സീസണിൽ ഇൻഡിക്കസും കൃഷി ചെയ്തപ്പോൾ നല്ല കൃഷിയായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഏതാണ്ട് ഒരു വർഷം 2 കൃഷി മോണോഡോണും ഇൻഡിക്കസും ചെയ്തു കഴിഞ്ഞാൽ ഒരു 3 ടൺ മോണോഡോണും അതുപോലെ തന്നെ 2 ടൺ ഇൻഡിക്കസും 1 ഹെക്ടർ സ്ഥലത്ത് നിന്ന് വളരെ ഭംഗിയായി ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതിന് പുറമെ ഞാൻ എൻ്റെ ഫാമിൽ ബണ്ടിൻ്റെ മേലെ വളരെ നന്നായി പച്ചക്കറി കൃഷിയും നടത്തുന്നുണ്ട്. പച്ചക്കറി ഏതാണ്ട് ഒരു 2 ടണ്ണിലധികം 1 ഹെക്ടറിൽ നമുക്ക് ഒരു വർഷം ഈ പച്ചക്കറി കൃഷിയിലൂടെ ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്.
उन्होंने एक यूनिक सिस्टम बना दिया है, उसमें उन्होंने अभी तक मोनोडोन और इंडिकस ही कल्चर किया है, अभी तक वनामी नहीं किया है। और उन्होंने 2 क्रॉप लेता है एक साल में। और ये एक्वाकल्चर के अलावा और बंड में वेजिटेबल क्रॉप भी हो रहा है। और प्रोडक्शन भी श्रिम्प का प्रोडक्शन लगभग 3 से 4 टन तक मिलता है प्रोडक्टिविटी, और ये वेजिटेबल का प्रोडक्शन भी हो रहा है। സുസ്ഥിരമായ ജലകൃഷി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഈ ഹൈ ഡെൻസിറ്റി കൃഷിയോട് എനിക്ക് ആ നിലയിൽ യോജിപ്പില്ല. കാരണം ഹൈ ഡെൻസിറ്റി കൃഷിയാണ് കുറേ നേരത്തെ, നമുക്കറിയാം 95-ലൊക്കെ ഇന്ത്യയിലുണ്ടായ വൈറ്റ് സ്പോട്ട് സിൻഡ്രോം വൈറസ് വന്നപ്പോൾ ഉണ്ടായ വലിയ നഷ്ടം വന്നത് ഹൈ ഡെൻസിറ്റി കൃഷി വന്നപ്പോഴാണ് ശരിക്ക്. അതായത് ഒരേ സ്പീഷീസ് ഒരേ സ്ഥലത്ത് നിരന്തരമായി ഹൈ ഡെൻസിറ്റി കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഇപ്പോഴും നമ്മൾ സ്വാഭാവികമായി വനാമിയിലേക്ക് കൃഷിയൊക്കെ കേന്ദ്രീകരിച്ച് പോവുകയാണ്. എല്ലാ ആളുകളും വനാമിയിലേക്ക് വരികയാണ്. ആ ഒരേ സ്പീഷീസ് ഒരേ സ്ഥലത്ത് നിരന്തരമായി ഹൈ ഡെൻസിറ്റി കൃഷി ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അതും ഭാവിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല. അതുകൊണ്ട് സുസ്ഥിരമായ കൃഷി, സസ്റ്റൈനബിൾ അക്വാകൾച്ചർ എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി അല്ലാതെ, എന്നാൽ ലോ ഡെൻസിറ്റി അല്ലാതെ അതിനിടയിൽ നിന്ന് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ നമ്മുടെ ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ ഫാമിൻ്റെയും ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൃഷി നടത്താനുള്ള ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാലത്തും സുഖകരമായി കൃഷി ചെയ്ത് പോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. उनके एक्सपीरियंस से क्या बोला है कि हम सस्टेनेबल प्रोडक्शन के लिए हम हाई डेंसिटी कल्चर नहीं जाना है, लो डेंसिटी कल्चर उन्होंने मोनोडोन ही कर रहा है। मोनोडोन तो 4 to 5 पीसेस पर मीटर स्क्वायर हो रहा है, तो इसलिए लो डेंसिटी कल्चर करके सस्टेनेबल प्रोडक्शन 10 पीसेस पर मीटर स्क्वायर. കേരളത്തിലെ ജലകർഷകർ ചേർന്നിട്ട് ഇപ്പോഴൊരു സൊസൈറ്റി കേരളത്തിൻ്റെ വടക്കൻ മേഖലയിൽ 5 ജില്ലകൾ ചേർന്നൊരു സൊസൈറ്റി രൂപം കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിന് മാത്രം കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, അക്വാകൾച്ചർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ സൊസൈറ്റി രൂപം കൊടുത്തത്. ആ സൊസൈറ്റി രൂപപ്പെട്ട് വന്നതിന് ശേഷം ഈ മേഖലയിൽ ഇടപെടാനും പുതിയ കുറേ കാര്യങ്ങൾ ചെയ്യാനും കൃഷിക്കാർക്ക് നല്ല സീഡ്, നല്ല ഫീഡ്, അതുപോലെ തന്നെ മറ്റ് ടെക്നോളജി, ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്ന നിലയിലേക്ക് ആ സൊസൈറ്റി വരുന്നുണ്ട്. അതൊരു പുതിയ മോഡലായിട്ട് വരികയാണ്. കാരണം 5 ജില്ലകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു വലിയ രീതിയിലുള്ള സംവിധാനമായിട്ട് വരികയാണത്. ചിലപ്പോൾ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഒരു പുതിയ സംവിധാനം കേരളത്തിൽ വരുന്നുണ്ട്. അത് കേരളം മുഴുക്ക വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും കൃഷിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതൊരു മോഡലായി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. उन्होंने एक सोसाइटी भी शुरू किया है, ADCOS करके, कोऑपरेटिव सोसाइटी एक्वाकल्चर डेवलपमेंट के लिए नॉर्थर्न केरला में, और बहुत सारे किसानों भी उसमें शामिल है। और इसी सस्टेनेबल मतलब ये जो मॉडल है केरला के लिए सूट होता है, लेकिन वो जो मॉडल है अदर स्टेट के लिए सूट नहीं हो रहा है। मतलब वो जो कह रहा है कि हर स्टेट को अपना पॉलिसी होना चाहिए, अपना मॉडल होना चाहिए। ये जो मॉडल है जो प्रैक्टिस कर रहे हैं पिछले 25 साल से, वो केरला मॉडल है, वो सस्टेनेबल मॉडल है, यही बोलना चाहता हूँ. എന്തായാലും സമീപഭാവിയിൽ കേരളം കുറേ മുന്നോട്ട് വരും. ഇന്നിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. കാരണം പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്, പുതിയ പ്രദേശങ്ങളിൽ കൃഷി വ്യാപിച്ചു വരുന്നുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അത്രയും കേരളത്തിന് സ്ഥലമില്ലെങ്കിലും കേരളത്തിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടോട്ടൽ ഭൂവിസ്തൃതിയുടെ 1.18% മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ ഇൻലാൻഡ് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടോട്ടൽ ഇൻലാൻഡ് വാട്ടർ സോഴ്സിൻ്റെ 10%ഓളം വരും. ഇതിനെ കാര്യമായി പ്രയോജനപ്പെടുന്ന പുതിയ സ്ട്രാറ്റജി ഉപയോഗിച്ച് കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടായി വരും. അതിന് പറ്റുന്ന നിലയിൽ ആളുകൾ പുതുതായി പുതിയ എൻ്റർപ്രണേഴ്സും അതുപോലെ തന്നെ ഫാർമേഴ്സും ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. അതിന് വേണ്ട എല്ലാ ബാക്കപ്പ് ചെയ്ത് കൊടുക്കാനും ഗവൺമെൻറ് തയ്യാറാവുന്നുണ്ട്. ആ നിലയിൽ കേരളം അക്വാകൾച്ചർ ഭൂപടത്തിൽ അതിൻ്റെ സ്ഥാനം സമീപ ഭാവിയിൽ തന്നെ നേടും എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. कह रहा है कि खुशी की बात है, मतलब पिछले साल 3-4 साल से बहुत सारे नए फार्मर्स एक्वाकल्चर में आ रहे हैं। और एक ये है केरला का रिसोर्सेस बहुत सारा है, ब्रैकिश वाटर रिसोर्सेस है, लेकिन अभी तो कल्चर कर रहे हैं वो एरिया कम है। लेकिन खुशी की बात है बहुत सारे फार्मर्स, नए फार्मर्स आ रहे हैं और इंटरेस्टेड है साइंटिफिक फार्मिंग में, वो आ रहे हैं। और भविष्य में केरल का प्रोडक्शन भी आगे बढ़ जाएंगे। और केरल में झींगा कल्चर में एक तो मतलब अभी तो आप देख रहे हैं प्रोडक्शन में केरल बहुत पीछे है, लेकिन आगे आएंगे। मतलब बहुत सारे फार्मर्स साइंटिफिक फार्मिंग करने वाले हैं अभी. ओके, थैंक यू.